റമദാൻ മധുരമുള്ളതായി തീരാൻ മഹാനായ ഗസാലി ഇമാം നൽകുന്ന 6 ഉപദേശങ്ങൾ. ഒന്നാമത്തെ എന്താ? നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ ദൃഷ്ടിയെ നമ്മൾ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയില്ലേ, ഖുല്ലിൽ മുഅ്മിനീൻ, നബിയെ അങ്ങ് മുഅ്മിനീങ്ങളോട് പറയണം, സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങ് മുഅ്മിനീങ്ങളോട് പറയണം, അവരുടെ കണ്ണുകളെ ചിമ്മാൻ വേണ്ടി പറയണം. മോശപ്പെട്ട എല്ലാ കാര്യത്തിൽ നിന്നും നമ്മുടെ കണ്ണുകളെ ചിമ്മാൻ വേണ്ടി നമ്മളോട് പറയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല കൽപ്പിക്കുകയാണ്. ഈ കാര്യത്തെ ഏറ്റവും കൂടുതൽ കൊണ്ടുവരേണ്ട ഒരു മാസമാണ് പരിശുദ്ധമായ റമദാൻ എന്ന് പറയുന്നത്. നമ്മൾ എന്ത് കാണണം എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കണ്ടുപോകും. എന്നാൽ കണ്ടൊരു കാര്യത്തെ നോക്കുന്നത് പിന്നെ നമ്മളാണ്. രണ്ടും വ്യത്യാസമുണ്ട് അല്ലേ? ഉണ്ട്. പെട്ടെന്നൊരു സംഭവം കാണുന്നതൊരു കാണലാണ്, ഒരു കണ്ടുപോകല. അതെന്താണ് എന്ന് പിന്നെ നോക്കുമ്പോഴത് നോട്ടാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ റമദാനിൽ നമ്മുടെ കാഴ്ചയെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം. കാഴ്ചയെ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തുള്ള ഏറ്റവും വലിയ മുസീബത്ത് നമ്മുടെ മൊബൈൽ ഫോൺ തന്നെയാണ്. അതിന് നിയന്ത്രണം കൊണ്ടുവരൽ വളരെ നിർബന്ധമായൊരു കാര്യമാണ്. റുബ്ബ സ്വായിമുൻ, എത്രയെത്ര നോമ്പുകാരാണ് വെറും വിശപ്പും ദാഹവും സഹിച്ചുകൊണ്ട് അവരിങ്ങനെ പട്ടിണി കിടക്കുന്നത്, അവരുടെ നോമ്പ് കൊണ്ട് അവർക്കൊരു ഫായിദയുമില്ല എന്ന് പറഞ്ഞത് ആ കണ്ണിനെയും നാവിനെയും ഒന്നും നിയന്ത്രിക്കാത്ത നോമ്പുകാരെ കുറിച്ചാണ്. അപ്പോൾ ഈ റമദാനിൽ നമ്മളൊരു തീരുമാനം എടുക്കണം. എന്താ? അള്ളാഹുവിന് പൊരുത്തല്ലാത്തൊന്നും നമ്മൾ കാണൂല. അത് ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ നോമ്പിന് മാത്രം പോരാ, മുഴുവനായിട്ട് വേണം. എന്നിട്ടോ അള്ളാഹുവിന് ഇഷ്ടമുള്ളത് കാണുകയും ചെയ്യുക. പരിശുദ്ധ ഖുർആൻ കാണാം, നല്ല വഅളുകൾ കേൾക്കുക, നല്ല നല്ല ആത്മീയ അന്തരീക്ഷം നൽകുന്ന നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക, പള്ളിക്കാടുകളിലോട്ട് ഖബർസ്ഥാനുകളിലോട്ട് പോവുക, പ്രിയപ്പെട്ട ഉമ്മയെ നോക്കിയിരിക്കുക. ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ എന്ത് ചെയ്യണം? ജീവിതത്തിൽ പകർത്തുക. ഹറാമിനെ തൊട്ട് നിർബന്ധമായിട്ടും നമ്മുടെ കണ്ണിനെ നമ്മൾ മാറ്റുക തന്നെ വേണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഷെയ്ത്താൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഷെയ്ത്താൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അള്ളാഹുവിൻ്റെ ശത്രുവാണ്, മനുഷ്യൻ്റെ ശത്രുവാണ്. ആര്? ഷെയ്ത്താൻ എന്ന് പറയുന്നത്. ആർക്കും സംശയമില്ലല്ലോ. ഷെയ്ത്താൻ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? ഒരു മനുഷ്യനും ഇഷ്ടമല്ല. ഷെയ്ത്താൻ്റെ പ്രത്യേകത എന്താ? ലോകം കണ്ട ഏറ്റവും വലിയ ചതിയനാണ് ആര്? ഷെയ്ത്താൻ അല്ലേ? ആണ്. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് സ്വർഗത്തിൽ നിന്നുകൊണ്ട് ആ ഭക്ഷണം, ആ ഒരു പഴം പറിക്കുന്ന ചരിത്രം അറിയാമല്ലോ. അന്നേരം പറഞ്ഞ എന്താ? ആദം നബിയെ, ഞാൻ നിങ്ങളുടെ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് പറയാണ്, അല്ലാതെ എനിക്കൊന്നും കിട്ടാനൊന്നുമില്ല. നിങ്ങൾ ആ പഴം കഴിക്കുന്നുണ്ടോ? പക്ഷേ അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുകയാണ്. നിങ്ങൾ ആ പഴത്തിൽ നിന്ന് ആ പഴം നിങ്ങളൊന്ന് പറിച്ച് നിങ്ങളൊന്ന് കഴിച്ചാൽ നിങ്ങൾക്കതിൽ വലിയ നന്മയുണ്ട്. സത്യം, ഞാൻ അള്ളാഹുവാണ് സത്യം, അല്ലാതെ എനിക്കിതൊന്നും കിട്ടാനില്ല. പക്ഷേ ഞാൻ നിങ്ങളുടെ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം പറയാണ് എന്ന് പറഞ്ഞിട്ടാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റിച്ചത്. സത്യം ചെയ്ത് പറഞ്ഞിട്ടാണ് ആദം നബിനെ പറ്റിച്ചത്. പറ്റിച്ചില്ലേ? പറ്റിച്ചു. എന്നിട്ട് അള്ളാഹുവിനോട് പറഞ്ഞ എന്താ? അല്ലാ, നിന്റെ അടിമകളെ മൊത്തം ഞാൻ വഴിപിഴപ്പിക്കും എന്ന് അള്ളാഹുവുമായിട്ട് വാക്ക് കൊടുത്ത് ഞാൻ അതിനു വേണ്ടി എന്തും ചെയ്യും എന്ന് വെല്ലുവിളിച്ച് നടക്കുന്ന ഒരാളാണ് ഷെയ്ത്താൻ. ഈ ഷെയ്ത്താനാണ് നമ്മൾ വഴിപ്പെടുന്നത്. നമ്മൾ ബുദ്ധിമാനാണോ, നമ്മൾ ബുദ്ധി ഇല്ലാത്തവനാണോ എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക. നമ്മുടെ ശത്രു പറഞ്ഞ കാര്യം നമ്മൾ കേൾക്കുമോ? ഞാൻ കേൾക്കൂല. നിങ്ങൾ കേൾക്കൂ? നിങ്ങളും കേൾക്കൂല. ഒരാളെ ഇപ്പം എന്തെങ്കിലും വിഷയമെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ പറയും അവൻ്റെ സ്വഭാവം ഇന്നതാണ്, ആ കേട്ടത് അതേപോലെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ നിൽക്കണ്ട, ഒന്നുകൂടി അന്വേഷിച്ചിട്ട് മതി എന്ന് പറയും. ഇതുപോലെ ഷെയ്ത്താനെക്കുറിച്ച് വ്യക്തമായ ധാരണ നമുക്കുണ്ട്. എന്നിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ഷെയ്ത്താൻ പറഞ്ഞത് കേൾക്കുന്നു. നമ്മൾ ബുദ്ധിയുള്ളവരോ ബുദ്ധിശൂന്യരോ? നമ്മൾ തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഈ റമദാനിലെങ്കിലും ബുദ്ധിയുള്ളവരാകണം. ഈ റമദാനിലെങ്കിലും നമ്മൾ ബുദ്ധിയുള്ളവരാകണം. എന്ന ബാക്കിയുള്ള മാസം നമുക്ക് ബുദ്ധിയുള്ളവരായി തീരാൻ പറ്റും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് കാണണം എന്നത് നമ്മൾ ഡിസൈഡ് ചെയ്യുക. ഞാൻ എന്ത് കാണണമെന്ന് നമ്മൾ തീരുമാനിക്കുക. ഈ റീൽസും ഷോർട്സും യൂട്യൂബും ഒക്കെ കംപ്ലീറ്റ് നമ്മൾ എടുത്ത് ഒഴിവാക്കണം. പ്രത്യേകിച്ച് വീട്ടിൽ പണ്ട് കാലത്തൊക്കെ പ്രായം ചെന്ന മനുഷ്യരൊക്കെ എത്ര നല്ല മനുഷ്യരായിരുന്നു. ഇന്നും മോശമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം.
പണ്ട് കാലത്തൊക്കെ റമദാനായി കഴിഞ്ഞാൽ ഒരു ഖുർആൻ എടുത്ത് അവരിങ്ങനെ ഓതിയിരിക്കും. സുബഹിന് ശേഷം അവരിരുന്ന് ഓതും, ഇശാ മഗ്‌രിബിന് ശേഷം ഇരുന്ന് ഓതും, ഇതൊക്കെ ചെയ്യും. ഇന്ന് ഈ പ്രായം ചെന്ന ആളുകളൊക്കെ യൂട്യൂബിലാണ്. ആ യൂട്യൂബിലിരുന്നിട്ട് എന്തെല്ലാമോ കാണുന്നുണ്ട്. ഈ കാണുന്നത് എന്താണ് ഈ മനുഷ്യർക്ക് പോലും അറിയൂല. പേരക്കുട്ടുണ്ടെങ്കിൽ കാർട്ടൂൺ കാണും ഒപ്പം ഇരുന്നിട്ട്, പേരക്കുട്ടില്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ കാണും, ന്യൂസ് മേക്കാരൻ തുടങ്ങുക, പിന്നെ വഴലുമ്മക്കെത്തും, പിന്നെ വഴലുമ്മെന്ന് ദുൽമുഖമ്മക്കെത്തും, ഇങ്ങനെ ഓരോന്നായി കണ്ടുപോകും. എത്ര നല്ല കണ്ണിൻ്റെ ഉടമകളായ മക്കളാണ് ഈ കാരണം കൊണ്ട് നാശമായി പോകുന്നത്, എത്ര കാരണവന്മാരാണ് നാശമായി പോകുന്നത്. അപ്പം അതുകൊണ്ട് അനാവശ്യമായ വീഡിയോസ് ഒന്നും ഈ റമദാനിൽ കാണൂല എന്ന് നമ്മൾ തീരുമാനിക്കണം. നമ്മുടെ ഫോണൊന്നും പൂട്ടിട്ട് വെക്കുക. നമ്മൾ കാണൂല എന്നതുപോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ പ്രിയപ്പെട്ടവരെ കൊണ്ട് കാണിക്കൂല എന്നതും പ്രധാനപ്പെട്ട ഒന്നാവണം. നമ്മുടെ വീടുകളിൽ ടി-വിക്ക് നിയന്ത്രണം വരണം. നമ്മുടെ വീടുകളിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്ക് നിയന്ത്രണം വരേണ്ടതുണ്ട്. റമദാൻ മാസമായി കഴിഞ്ഞാൽ പണ്ടൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു, ടി-വി എന്ത് ചെയ്യും, മൂടി വെക്കും. പല വീടുകളിലും ടി-വിക്ക് എന്ത് ചെയ്യും, മൂടി വെക്കും. ഇന്നിപ്പോൾ ടി-വി പല വീട്ടിലും ഇല്ല, മൂടി വെക്കേണ്ട ആവശ്യമില്ല, പകരം ഫോണിലെല്ലാം കിട്ടാനുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആരെ പറ്റിച്ചാലും അള്ളാഹുവിനെ പറ്റിക്കാൻ കഴിയില്ലല്ലോ, ആരുടെ മുന്നിൽ അഭിനയിച്ചാലും അള്ളാഹുവിൻ്റെ മുന്നിൽ അഭിനയിക്കാൻ കഴിയില്ലല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളുമായി ബന്ധപ്പെട്ടവരാരും തന്നെ എന്ത് കണ്ടുപോകരുത്, ഹറാമ് കണ്ടുപോകരുത്. അള്ളാഹു തആല അതിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം ഇന്നങ്ങല്ല, നമ്മൾ കുട്ടികളെടുത്ത് കളിയാക്കും, ബസ് സ്റ്റോപ്പിൽ പോയി വായി നോക്കരുത് എന്ന് പറയും. എന്നാൽ അതിനേക്കാൾ വലിയ വായി നോട്ടാണ് നമ്മുടെ ഫോണിൽ നടക്കുന്നത്. അതിൽ നമ്മൾ വെറുതെ നമ്മുടെ സമയം അങ്ങനെ കളയും. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. സമയം കളയാനല്ല, അതിൽ നിന്ന് മാറി നിൽക്കാൻ അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ.